14 മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ കരാറിലേക്ക് എന്നത്തേക്കാളും കൂടുതൽ അടുത്തതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. എന്നാൽ കരാറിലെ വ്യവസ്ഥകളെപ്പറ്റി ഇപ്പോഴും ധാരണയായിട്ടില്ല. ബന്ദികളെ മോചിപ്പിക്കുവാനും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം ലഭിക്കാതെയും ഇസ്രായേൽ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ടു പോകുവാൻ സാധ്യതയില്ല. വെടിനിർത്തലിന് ഹമാസ് തയ്യാറായത് സഖ്യകക്ഷിയായ ലെബനനിലെ തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ള ദുർബലമായതോടെയാണ്. ഇസ്രായേലുമായി ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിൽ എത്തിയിരുന്നു. ഇതോടെ ഹമാസ് കൂടുതൽ ഒറ്റപ്പെട്ടു. യമനിലെ ഹൂതി വിമതർക്ക് നേരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ശക്തമായ ആക്രമണം നടക്കുന്നതിനാലും ആയുധ സാമ്പത്തിക സഹായം കുറഞ്ഞത് ഹമാസിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതോടൊപ്പം സിറിയയിൽ വിമതർ അധികാരം പിടിച്ചെടുത്തതോടെ ഇറാനിൽ നിന്ന് കിട്ടിയിരുന്ന സഹായവും പഴയതുപോലെ ഹമാസിന് ലഭിക്കാതെയായി. ഇക്കാരണങ്ങൾ കൊണ്ട് ഹമാസ് ഏറെക്കുറെ ദുർബലമായിരിക്കുന്ന സാഹചര്യത്തിലാണ് വെടിനിർത്തൽ കരാർ പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുവാൻ ഹമാസ് ആവശ്യപ്പെട്ടത്. ജനുവരി 20 മുമ്പ് തന്നെ കരാർ നിലവിൽ വന്നേക്കുമെന്നാണ് സൂചന. ഇരുഭാഗത്തുള്ളവരെയും വെടിനിർത്തലിന് പ്രേരിപ്പിക്കുവാനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളാണ്. ഇവരുടെ മധ്യസ്ഥതയിൽ ആഴ്ചകളായി നടക്കുന്ന ചർച്ചയിൽ പുരോഗതി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറുന്ന കാര്യത്തിൽ സമയക്രമം വേണമെന്ന കാര്യം അംഗീകരിക്കുവാൻ ഹമാസ് തയ്യാറായതോടെയാണ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുവാനുള്ള വഴി തെളിഞ്ഞത്.